ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇൻ്റർമീഡിയറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആ ഒരു ബിഗിനർ സീരീസ് കംപ്ലീറ്റ് ആയി. ആ ബിഗിനർ സീരീസിൽ നമ്മൾ ഫ്ലട്ടർ ഉപയോഗിച്ച് എങ്ങനെ ഒരു ആപ്പിൻ്റെ യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ നമ്മളൊരു എക്സസൈസ് കൂടി ചെയ്തിരുന്നു അല്ലേ, ഫേസ്ബുക്കിൻ്റെ UI. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അഡ്വാൻസ് ലെവലിലുള്ള ഒരു യൂസർ ഇൻ്റർഫേസാണ് നമ്മൾ ചെയ്തെടുത്തത്. അപ്പോൾ ആ ഒരു വീഡിയോസ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസുകൾ ചെയ്തെടുക്കാൻ പാകത്തിന് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡെവലപ്പ് ആയിട്ടുണ്ടാവണം, നിങ്ങളത് പ്രോപ്പറായിട്ട് തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു സെഷൻ അവിടെ കഴിഞ്ഞു. അപ്പോൾ അടുത്ത് നമ്മൾ ഇൻ്റർമീഡിയറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് ഇൻ്റർമീഡിയറ്റ് ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഇൻട്രോ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത് പല മൊഡ്യൂൾസുകൾ ചേരുന്നതാണ് ഒരു മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത്. പലപ്പോഴും പലരും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, മൊബൈൽ ആപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഫേസ്ബുക്ക് പോലൊരു മൊബൈൽ ആപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ആമസോൺ പോലൊരു മൊബൈൽ ആപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത് ഒരു മൊബൈൽ ആപ്പ് മാത്രമായിട്ടൊരു മൊബൈൽ ആപ്പിന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഫേസ്ബുക്കിൻ്റെ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആമസോണിൻ്റെ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ അതൊരു മൊബൈൽ ആപ്പ് മാത്രമല്ല. മൊബൈൽ ആപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ പാക്കേജ് അല്ലേ. അത് മാത്രമല്ല ഈ ആമസോൺ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു ആപ്പ് എടുത്താലും ആ ഒരു ആപ്പ് മാത്രമല്ല അതിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഒരു മൊബൈൽ ആപ്പിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതായത് ആ മൊബൈൽ ആപ്പ് കളക്ട് ചെയ്യുന്ന ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വെബ് സെർവർ കൂടി അതിൽ ഇൻവോൾവ് ആണ് അല്ലേ. അതിനെക്കുറിച്ച് പലരും ചിന്തിക്കാറില്ല. മൊബൈൽ ആപ്പ് അങ്ങനെ ഒരു ആപ്പ് ചെയ്യാമോ, ഇങ്ങനെ ഒരു ആപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ പലരും ആ ഒരു വെബ് സെർവറിൻ്റെ കാര്യം, ആ വെബ് സെർവറിൻ്റെ റോൾ എന്താണെന്ന് പലരും ചിന്തിക്കാറില്ല. ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. എന്താണ് ഒരു മൊബൈൽ ആപ്പ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബ്രീഫ് ഇൻട്രോ. അതിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇൻ്റർമീഡിയറ്റിൻ്റെ കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്നും കൂടി ഒരു ബ്രീഫ് ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഒരു മൊബൈൽ ആപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ആണ്. ഹൈ ലെവൽ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെക്നോളജിക്കലി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി കൊണ്ട് നമ്മൾ അതിൻ്റെ ലെവലിനെ അളക്കുകയല്ല. ഹൈ ലെവൽ എന്ന് പറയുന്നത് ഏതൊരു യൂസറിനും മനസ്സിലാകുന്ന തരത്തിലുള്ള കാര്യങ്ങളെയാണ് ഹൈ ലെവൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതായത് ടെക്നോളജി പറയുമ്പോൾ അതിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റുകളെയാണ് ഹൈ ലെവൽ എന്ന് പറയുന്നത് അല്ലേ. പുറമേ നിന്നൊരു സാധാരണ ഒരു യൂസർ നോക്കിയാൽ മനസ്സിലാകാവുന്ന കാര്യങ്ങളെയാണ് ഹൈ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ലോ ലെവൽ എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ടെക്നോളജിയുടെ ഇൻഡെപ്ത് പോകുമ്പോഴുള്ള കൺസെപ്റ്റുകളെയാണ് ലോ ലെവൽ കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൈ ലെവലായിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്താണ്, അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ആണ് അല്ലേ. ഏതൊരു മനുഷ്യനും, അതായത് ഫേസ്ബുക്കിൻ്റെ ആപ്പ് ഉപയോഗിക്കുന്ന ഏതൊരു യൂസറിനും അറിയാം ആ ആപ്പിൻ്റെ യൂസർ ഇൻ്റർഫേസ് എന്താണെന്നുള്ളത് അല്ലേ. എങ്ങനെയൊരു പോസ്റ്റിന് ലൈക്ക് ചെയ്യാം, അതുപോലെ എങ്ങനെയൊരു പോസ്റ്റ് ഷെയർ ചെയ്യാം, അതെല്ലാം യൂസർ ഇൻ്റർഫേസുകളാണ് അല്ലേ. അതിൽ ഒരാളൊരു പോസ്റ്റ് ഷെയർ ചെയ്തു എന്ന് കരുതി അയാൾക്ക് അതിൻ്റെ ബാക്ക് എൻഡിൽ എന്താ നടക്കുന്നതെന്ന് അറിയണമെന്നില്ല. അപ്പോൾ നമ്മുടെ ബിഗിനർ സീരീസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്, ആ ഒരു യൂസർ ഇൻ്റർഫേസ് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മുടെ ബിഗിനർ സീരീസിൽ നമ്മൾ പഠിച്ചത്. അടുത്തതായിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്താണ്, ബിസിനസ് ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്പ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ആ ആപ്പ് എന്ത് പർപ്പസാണ് ഡെലിവർ ചെയ്യുന്നതെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്ന ഒരു ലെവലാണ് ബിസിനസ് ലോജിക് എന്ന് പറയുന്നത്. ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഒരു കാൽക്കുലേറ്റർ ആപ്പ് ഉണ്ട്. ആ കാൽക്കുലേറ്ററിൻ്റെ ഉപയോഗം എന്താണ്, നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനെ വെച്ച് അഡീഷൻ ആണെങ്കിൽ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ ആണെങ്കിൽ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അത്, അങ്ങനെ എന്താണോ നമ്മൾ കൊടുക്കുന്ന കമാൻഡ്, ആ കമാൻഡിനനുസരിച്ചുള്ള ആക്ഷൻ അവിടെ നടത്തണം അല്ലേ. അപ്പോൾ ആ യൂസർ കൊടുക്കുന്ന കമാൻഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ അതിനനുസരിച്ചൊരു ഓപ്പറേഷൻ അവിടെ പെർഫോം ചെയ്യാനും അത് കഴിഞ്ഞ് ആ ഒരു റിസൾട്ട് UI പാസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന അത്രയും ഒരു പാർട്ടിനെയാണ് ബിസിനസ് ലോജിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ആപ്പിൽ ഒരിക്കലും നമ്മൾ കാണുന്നത് മാത്രമല്ല, നമുക്ക് അതിൻ്റെ ബിഹൈൻഡ് ദ സീൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ ബിസിനസ് ലോജിക് എന്ന് പറയുന്നത് ഒരു ആപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സെക്ഷനാണ്. അതായത് ലോജിക്ക്, നമ്മളുടെ ആപ്പ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്ന ലെവലാണ്, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കോഡുകളാണ് അതിൻ്റെ ബിസിനസ് ലോജിക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബിസിനസ് ലോജിക്കുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മുടെ
ഇൻ്റർമീഡിയറ്റ് ലെവലിൽ നമ്മൾ പറയുന്നത്. അത് ഒരു കാര്യമല്ല, പല കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആപ്പിനുള്ളിലെ ഡേറ്റയെ മാനേജ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആപ്പിനുള്ളിലെ ഡേറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആപ്പിനുള്ളിൽ എങ്ങനെയൊക്കെ ഡേറ്റ വരാം? യൂസർ കൊടുക്കുന്ന ഡേറ്റയാവാം, ആപ്പിനുള്ളിൽ ഈ ഒരു ബിസിനസ് ലോജിക്കുകൾ സ്വന്തമായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റയാവാം. അങ്ങനെ ഒരുപാട് ഡേറ്റകളുണ്ട് അല്ലേ? അപ്പോൾ ആ ഡേറ്റകളെല്ലാം നമ്മൾ സ്റ്റേറ്റുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സ്റ്റേറ്റുകൾ എന്താണെന്ന് ഞാൻ ഇൻഡെപ്തായിട്ട് പോകുന്നില്ല, കാരണം ഈ ഒരു ഇൻ്റർമീഡിയറ്റ് സീരീസിൽ ഏറ്റവും ആദ്യത്തെ കൺസെപ്റ്റ് തന്നെ സ്റ്റേറ്റാണ്. അപ്പോൾ അതിലേക്ക് ഇൻഡെപ്തായിട്ട് നമ്മൾ അടുത്ത വീഡിയോസിൽ നമ്മൾ കിടക്കുന്നതാണ്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക, ഡേറ്റയെ മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡേറ്റയെ ജനറേറ്റ് ചെയ്യുന്ന, യൂസറിൻ്റെ ഇൻപുട്ടിനനുസരിച്ച് ഡേറ്റയെ മാനേജ് ചെയ്യുകയും ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഈ ഒരു ബിസിനസ് ലോജിക്ക്. അടുത്തതായിട്ടുള്ളൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഡേറ്റ മാനേജ്മെൻറ്റ് സെക്ഷൻ, അഥവാ സർവീസുകൾ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആ ബിസിനസ് ലോജിക്ക് ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ, അല്ലെങ്കിൽ ബിസിനസ് ലോജിക്കിലേക്ക് നമ്മൾ യൂസർ ഇൻ്റർഫേസ് വഴി പാസ് ചെയ്ത് കൊടുക്കുന്ന ഡാറ്റ, ആ ഡാറ്റയെ മാനേജ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഡേറ്റ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സർവീസസ് എന്ന് വിളിക്കുന്ന ഭാഗം. അപ്പോൾ ആ ഒരു സർവീസസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം, അല്ലെങ്കിൽ ഡേറ്റ മാനേജ്മെൻറ്റ് സെക്ഷന് 2 പർപ്പസ് ഉണ്ട്. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒരു ആപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരുപാട് ഇൻഡെപ്ത് പോയി കഴിഞ്ഞാൽ ഇതിനുള്ളിൽ സബ്ബായിട്ടുള്ള കുറേ കാര്യങ്ങൾ വരും. പക്ഷെ നമ്മൾ വളരെ ബ്രീഫായിട്ടാണ് ഇപ്പോൾ നോക്കുന്നത്, കാരണം ഇൻ്റർമീഡിയറ്റ് ലെവലാണ്. ഒരുപാട് അഡ്വാൻസ്ഡ് കൺസെപ്റ്റുകൾ ഇപ്പം ഞാൻ കുത്തി നിറയ്ക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്കറിയാമല്ലോ നമ്മളുടെ ഒരു സ്റ്റൈൽ ഓഫ് ലേണിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നിങ്ങളിപ്പോൾ ഓൾറെഡി ബിഗിനർ സീരീസ് എൻ്റെ ഒപ്പം ഫോളോ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ടീച്ചിങ്ങും അതുപോലെ ഇതിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ലേണിങ്ങും എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇതിനുള്ളിൽ ഒരുപാട് ഇൻഡെപ്ത് കൺസെപ്റ്റുകളുണ്ട്, പക്ഷേ അതെല്ലാം മറന്നേക്കുക. അപ്പോൾ ഈ ഒരു ഡേറ്റ മാനേജ്മെൻറ്റ് സെക്ഷന് 2 പർപ്പസാണുള്ളത്. അതായത് ഈ ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ, ബിസിനസ് ലോജിക്കിൽ നിന്നും കിട്ടുന്ന ഡാറ്റ, ആ ഡാറ്റയെ നമ്മൾ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചർ റെഫറൻസിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ? മിക്ക ആപ്പുകളും എന്താണ് ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന വാല്യൂസ്, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളെ ഫ്യൂച്ചറിലേക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു ഡേറ്റ സ്റ്റോറേജ്, അത് ഒരു ആപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ ഉള്ള ആപ്പുകൾ, ഏതൊരു ഫേമസ് ആയിട്ടുള്ള ആപ്പാണെങ്കിലും സാധാ ആപ്പാണെങ്കിലും അതിനെല്ലാം ഒരു സ്റ്റോറേജ് മെക്കാനിസം ഉണ്ടാവും അല്ലേ? അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ആപ്പിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമുക്ക് ആ സ്റ്റോറേജ് 2 തരത്തിൽ കൊടുക്കാൻ സാധിക്കും. ഒന്നുകിൽ മൊബൈൽ ആപ്പിനുള്ളിൽ തന്നെ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് ആ ഡേറ്റാബേസിനുള്ളിലേക്ക് ഡേറ്റയെ സ്റ്റോർ ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു വെബ് സെർവർ ക്രിയേറ്റ് ചെയ്ത് ആ സെർവറിനുള്ളിൽ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് ആ ഡേറ്റാബേസിനുള്ളിൽ നമ്മളുടെ ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഈ സർവീസ് എന്ന് പറയുന്ന സംഭവം, ഈ ഒരു ഡേറ്റ മാനേജ്മെൻറ്റ് സർവീസ് എന്താ ചെയ്യുന്നത്? നമ്മളെ ആപ്പിൽ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ആപ്പ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് അതിൻ്റെ മൊബൈൽ ആപ്പിൻ്റെ ഡേറ്റാബേസിലാണ്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡേറ്റ സർവീസ് എന്ത് ചെയ്യും? മൊബൈൽ ആപ്പിൻ്റെ ഡേറ്റാബേസിലേക്ക് ആ ഡേറ്റയെ സ്റ്റോർ ചെയ്യും. ഇനി ഈ ഡെവലപ്പർ ഈ ഒരു ആപ്പിനെ കോൺഫിഗർ ചെയ്തിരിക്കുന്ന ഈ ഡേറ്റയെ ഒരു വെബ് സെർവറിൻ്റെ ഡേറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യാനാണെങ്കിലോ, അപ്പോൾ അതിനനുസരിച്ച് ഈ ഒരു ഡേറ്റ മാനേജ്മെൻറ്റ് സർവീസ് ഡേറ്റയെ സെർവറിലേക്ക് പറഞ്ഞു വിടും. അപ്പോൾ അങ്ങനെ 2 തരത്തിലുള്ള പ്രോസസ്സുകളെയാണ് ഈ ഒരു ഡേറ്റ മാനേജ്മെൻറ്റ് സർവീസസ് പൊതുവെ കൺട്രോൾ ചെയ്ത് വരുന്നത്. ഇത് നമ്മൾ ഡെവലപ്പേഴ്സ് കോൺഫിഗർ ചെയ്യുന്ന പോലെയാണ് ഈ ഒരു പാർട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. ഇങ്ങനെയൊരു മൊഡ്യൂളുണ്ട്, ഡേറ്റ സർവീസസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളുണ്ട്. അപ്പോൾ ഈ മൊഡ്യൂള് മൊബൈൽ ഡേറ്റാബേസിലേക്കോ അല്ലെങ്കിൽ വെബ് സെർവറിലേക്കോ ഡേറ്റ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന തരത്തിൽ കേപ്പബിൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ സർവീസുകൾക്ക് ബിസിനസ് ലോജിക് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിലേക്ക് ഡേറ്റ കൊടുക്കാനും വാങ്ങാനും ഉള്ള കഴിവുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് ലോജിക്കുകൾക്ക് യൂസർ ഇൻ്റർഫേസുകളിലേക്ക് ഡേറ്റ കൊടുക്കാനും വാങ്ങാനുമുള്ള കഴിവുമുണ്ട്. ഇനി ചില കേസിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഈ ഒരു ബിസിനസ് ലോജിക്ക് യൂസർ ഇൻ്റർഫേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ? ബിസിനസ് ലോജിക് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഡേറ്റ എന്ത് ചെയ്യണം, ഡേറ്റയെ എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യണം, എന്താണ് യൂസർ കാണണ്ടേ എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ് ബിസിനസ് ലോജിക്ക് അല്ലേ?
ചില കേസിൽ നമ്മൾ ഈ ഒരു ബിസിനസ് ലോജിക്കിൽ നിന്നും ഡേറ്റയെ യൂസർ ഇൻ്റർഫേസിലേക്ക് കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ യൂസർ ഇൻ്റർഫേസിൽ നിന്നും ഡേറ്റയെ സ്വീകരിക്കാറുമുണ്ട്. പക്ഷെ ചില കേസിൽ ഈ ഒരു ഡേറ്റ മാനേജ്മെൻറ്റ് സർവീസ് വഴിയായിരിക്കും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പുതിയതായിട്ട് ഒരു കാൽക്കുലേറ്റർ ആപ്പ് തന്നെ എക്സാമ്പിളായിട്ട് എടുക്കാം. അപ്പോൾ അതിൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് എന്താണ്? ആ കീകളും നമ്പർ കീകളും അതുപോലെ ആ ഡിസ്പ്ലേ ചെയ്യുന്ന ഭാഗങ്ങളൊക്കെയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ബിസിനസ് ലോജിക്ക് നമ്മളുടെ ആ ഒരു കീസിനുള്ളിലെ അതായത് ആ കീകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത അതേ വിഡ്ജറ്റിൽ തന്നെയാണ് ഈ ഒരു ബിസിനസ് ലോജിക്ക് എങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണ് നമുക്ക് പുതിയൊരു ഡിസൈൻ കൊണ്ടുവരണം, അല്ലെങ്കിൽ പുതിയൊരു വിഡ്ജറ്റ് ഈ കീകൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം. അപ്പോൾ എന്ത് പറ്റും? നമ്മളുടെ ആ ബിസിനസ് ലോജിക്ക് അടക്കം നമ്മൾ റീക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അതേസമയം നമ്മളുടെ ബിസിനസ് ലോജിക്ക് ആ ഒരു യൂസർ ഇൻ്റർഫേസിൽ നിന്നും മാറി ഐസൊലേറ്റ് ചെയ്താണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ആ യൂസർ ഇൻ്റർഫേസുകളെ മാറ്റി നമുക്ക് അപ്ഡേഷൻ പോസിബിളാണ് ഫ്യൂച്ചറിലേക്ക് അല്ലേ. അതുപോലെ തന്നെ ഏതൊരു ആപ്പും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സ്കെയിൽ ചെയ്യാൻ തുടങ്ങും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ഫങ്ഷണാലിറ്റീസ് വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആപ്പുകൾ അതിലേക്ക് കൂടുതൽ യൂസേഴ്സ് വരുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു ആപ്പിൻ്റെ വരുമാനം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ഫീച്ചേഴ്സുകൾ ആഡ് ചെയ്യപ്പെടും. അപ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മളുടെ ബിസിനസ് ലോജിക്കിനെ ഒരു സെപ്പറേറ്റ് മൊഡ്യൂളാക്കി നിർത്തി കഴിഞ്ഞാൽ പുതിയ ബിസിനസ് ലോജിക്കുകൾ അതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു ബിസിനസ് ലോജിക്കിനെയും യൂസർ ഇൻ്റർഫേസിനെയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം, നമ്മൾ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് പഴയ ഫീച്ചേഴ്സിനോട് സിങ്ക്രണൈസ് ചെയ്ത് പോകുന്ന തരത്തിൽ പുതിയ ഫീച്ചേഴ്സിനെ ബിൽഡ് ചെയ്യാൻ കഷ്ടപ്പാടായിരിക്കും, വളരെയധികം കഷ്ടപ്പാടായിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ഡെവലപ്മെൻറ്റ് ടൈം ഒരുപാട് നഷ്ടം വരാനും, അതുപോലെ ഒരു പരിധി കഴിഞ്ഞ് സ്കെയിൽ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഇത്തരം സ്ട്രക്ചറുകൾ ഇല്ലാതെ ക്രിയേറ്റ് ചെയ്യുന്ന ആപ്പുകൾ എപ്പോഴും കൂടുതൽ ബഗ്ഗുകൾ ജനറേറ്റ് ചെയ്യാൻ കാരണമാകും. അതുപോലെ ആ ബഗ്ഗുകൾ കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു കോഡിൻ്റെ ആ ഒരു സെപ്പറേഷൻ, അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിൻ്റെ സെപ്പറേഷൻ, യൂസർ ഇൻ്റർഫേസ്, ബിസിനസ് ലോജിക്ക് എന്ന് പറഞ്ഞ ഈ കൺസെപ്റ്റുകളുടെ സെപ്പറേഷൻ ഒരു ആപ്പിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ മാനേജ്മെൻറ്റ് സർവീസാണ്. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു വെബ് സെർവറുണ്ട്. ആമസോൺ വെബ് സർവീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സെർവറായിട്ട്. നമ്മൾ ഒരു പോയിന്റിൽ ഡിസൈഡ് ചെയ്യാണ് നമുക്ക് അത് വേണ്ട, അതിന് പകരം ഹിറോക്കുവിൽ നമ്മൾ സ്വന്തമായിട്ടൊരു സെർവർ ക്രിയേറ്റ് ചെയ്ത് ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മൾ ഈ ഒരു ഡേറ്റ സർവീസിൻ്റെ ഉപയോഗം വരുന്ന അപ്പോഴാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെർവറായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ഡേറ്റ സർവീസ് മാത്രമാണ് അല്ലേ. അല്ലാതെ ബിസിനസ് ലോജിക്ക് എപ്പോഴും സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. യൂസർ ഇൻ്റർഫേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. മൊബൈൽ ഡേറ്റാബേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഒരു ഡേറ്റ സർവീസ് മാത്രമാണ് ഈ ഒരു സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെർവറിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ പുതിയൊരു സെർവർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വർക്കുകൾ നടക്കുന്നത് എവിടെ മാത്രമായിരിക്കും? ഈ ഒരു ഡേറ്റ മാനേജ്മെൻറ്റ് സർവീസിലും മാത്രമായിരിക്കും, അതുപോലെ ഈ ഒരു വെബ് സെർവറിലും. അപ്പോൾ എപ്പോഴും നമ്മളൊരു ക്ലീൻ കോഡ് അപ്രോച്ച്, ഇങ്ങനത്തെ ഒരു വളരെ പ്രോപ്പർലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ആയിരിക്കണം നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് ഏതൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും. കാരണം ഫ്യൂച്ചറിലേക്കുള്ള അപ്ഡേഷൻസിന് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഡേറ്റ മൊബൈലിനുള്ളിൽ തന്നെ സ്റ്റോർ ചെയ്യുന്ന തരത്തിൽ ക്രിയേറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ ഒരു പുതുതായിട്ടൊരു വെബ് സെർവറിനുള്ളിലേക്ക് സ്റ്റോർ ചെയ്യുന്ന തരത്തിൽ ക്രിയേറ്റ് ചെയ്യാം. ചില കേസിൽ ഇത് രണ്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു മൊബൈൽ ആപ്പിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ബിഗിനർ സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് യൂസർ ഇൻ്റർഫേസുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് സീരീസിൽ നമ്മൾ പഠിക്കുന്നത് ബിസിനസ് ലോജിക്കുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ബിസിനസ് ലോജിക്കിന് ആവശ്യമായിട്ടുള്ള കുറേയധികം നമ്മൾ ഫ്ലട്ടറിൽ കോമൺലി യൂസ് ചെയ്ത് വരുന്ന കുറേയധികം കൺസെപ്റ്റുകളുണ്ട്, കുറേയധികം മെത്തേഡുകളുണ്ട്, കുറേ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ കുറേയധികം കൺസെപ്റ്റുകൾ നമുക്ക് ഫ്ലട്ടറിൽ അവൈലബിൾ ആണ്. ആ ഒരു കൺസെപ്റ്റുകളാണ് ഏതൊരു ആപ്പിൻ്റെയും ബിസിനസ് ലോജിക്കുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഏതൊരു കമ്പനിയിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കൺസെപ്റ്റുകളുടെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഒരു ഡയഗ്രാം വീണ്ടും റെഫർ ചെയ്യും. നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും അഡ്വാൻസ്ഡ് സീരീസിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അല്ലേ.
ശരിയാണ്. അഡ്വാൻസ് സീരീസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡേറ്റ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് പോസിബിൾ ആകുന്നതെന്നും അതുപോലെ തന്നെ മൊബൈൽ സ്റ്റോറേജ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അഡ്വാൻസ്ഡ് സീരീസിൽ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വെബ് സെർവറുകൾ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഡേറ്റ കൊടുക്കുക, വാങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ വെബ് സെർവറിലൊരു ഡേറ്റാ ബേസ് ക്രിയേറ്റ് ചെയ്ത് അതിനുള്ളിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുക, ആ ഒരു ഡേറ്റാ ബേസിൽ നിന്നും ഡേറ്റയെ റീഡ് ചെയ്യുക, അങ്ങനെയുള്ള പ്രോസസ്സുകളും നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് ഇതാണ്. വെബ് സെർവറുകൾ നമ്മൾ ബിൽഡ് ചെയ്യാൻ നമുക്ക് അതിൻ്റേതായ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഫ്ലട്ടർ ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് സെർവറുകൾ ക്രിയേറ്റ് ചെയ്യാനല്ല നമ്മളിപ്പം മെയിൻലി പഠിപ്പിക്കുന്നത്, നമ്മൾ മൊബൈൽ ആപ്പുകൾ ക്രിയേറ്റ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്, അല്ലേ? അപ്പം നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ, മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ വെബ് സെർവറുകൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫയർ ബേസുകൾ പോലെയുള്ള റെഡിമെയ്ഡ് വെബ് സെർവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ ഉപയോഗിച്ച് ആ ഒരു പാർട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതാണ് അപ്പോൾ അഡ്വാൻസ്ഡ് സീരീസിൻ്റെ ഒരു പർപ്പസ് അതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി എല്ലാവർക്കും ഇൻ്റർമീഡിയറ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തിനെക്കുറിച്ചാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് സീരീസിൽ പഠിപ്പിക്കാൻ പോകുന്നതെന്നൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അവസാനം നമ്മളൊരു ഫൺ പ്രോജക്റ്റ് കൂടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇൻ്റർമീഡിയറ്റിൽ നമ്മൾ പഠിച്ച കൺസെപ്റ്റുകളെല്ലാം വെച്ചൊരു ചെറിയൊരു ഫൈനൽ പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഫേസ്ബുക്കിൻ്റെ UI ചെയ്ത പോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് എടുത്ത് നമ്മൾ ഫൈനൽ പ്രോജക്റ്റായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീഡിയോസിൽ കാണാം. എന്തെങ്കിലും തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടെലഗ്രാം ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.